അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് നമ്മൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ കേട്ടോ. അപ്പോൾ ഇന്ന് നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ഷോപ്പിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പം പുട്ടും ചിക്കൻ സ്റ്റൂ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് തേങ്ങയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഫിനിഷ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നിപ്പോൾ പുട്ടും സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കിയാൽ ഇക്കാക്ക് കുറച്ച് അങ്ങനെ ഫ്രീസറിലാക്കിയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാനില്ലാത്ത സമയത്ത് ചൂടാക്കി കഴിക്കാമല്ലോ. അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നോമ്പിന് ഉണ്ടാക്കി വെച്ചില്ല, കാഷ്യൂ പൗഡറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ബാക്കിയുണ്ടായിരുന്നു, കുറച്ചൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ ഞാൻ ആ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തീർക്കുകയാണ്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് കുറച്ച് കച്ചറായിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ അങ്ങനെ സാധനങ്ങളൊന്നും അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി എല്ലാം ഇങ്ങനെ എടുത്ത് തീർക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ഡേറ്റൊക്കെ നോക്കിയിട്ട് ഡേറ്റ് കഴിയാനായതും കഴിഞ്ഞതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ ചിലതൊക്കെ ഞാൻ തിരിച്ച് വരുന്നതിന് മുന്നേ ഡേറ്റ് തീർന്നു പോകും. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഞാനൊന്ന് കളഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ എന്തായാലും യൂസ് ആക്കില്ല, പിന്നെ ഞാൻ വരുന്നതിൻ്റെ മുന്നേ തീർന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ 1-2 സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ക്ലീനാക്കി വെക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജെല്ലാം അത്യാവശ്യം തന്നെ കുറച്ച് കച്ചറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നോമ്പിൻ്റെ മുന്നേ എങ്ങാനും ക്ലീൻ ചെയ്തതാണ്, പിന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ നോമ്പ് കഴിഞ്ഞ് ആ ഒരു പെരുന്നാളിൻ്റെ സമയത്ത് തന്നെ നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൂക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നീണ്ടുപോയി, അപ്പം അതൊന്നും ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പം അത്യാവശ്യം തന്നെ ഇങ്ങനെ കുറച്ച് കച്ചറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജ് കാലിയായതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമായിരുന്നു. പെട്ടെന്ന് തന്നെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞാൽ നമുക്ക് അധികം സാധനങ്ങളൊന്നും പുറത്ത് വെക്കാനും ക്ലീൻ ആക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രീസറാണ് ഞാൻ ആദ്യം ചെയ്തത്, കാരണം ഫ്രീസറിൽ തീരെ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് പിന്നെ താഴെയും കൂടി ക്ലീൻ ആക്കി. അപ്പോൾ താഴെ ക്ലീൻ ആക്കാൻ നോക്കുമ്പോഴാണ് താഴെ ബാക്കിൽ എന്തോ ലീക്കായിട്ട് അങ്ങനെ ഒലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രേ എല്ലാം മാറ്റി നോക്കുമ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടൻസ് മിൽക്ക് എന്തോ വീണിട്ട് അങ്ങനെ ലീക്കായതെന്ന് തോന്നുന്നു. അപ്പോൾ അത് മാറ്റാൻ കുറച്ച് അത് നമ്മൾ തുടച്ചിട്ടൊന്നും അങ്ങനെ പോകുന്നുണ്ട്, കാരണം കണ്ടൻസ് മിൽക്ക് കുറച്ച് കട്ടിയാവുമല്ലോ. അപ്പോൾ ഞാനൊരു സ്പൂണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഗ്യാപ്പെല്ലാം ക്ലീൻ ചെയ്യാൻ ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യില്ല. ആ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു ഇടയിൽ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ.
ഫ്രിഡ്ജിലായാലും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പച്ചക്കറികളോ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നാട്ടിൽ പോവുകയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 1 വീക്ക് മുന്നേ തന്നെ ഞാൻ സാധനങ്ങളൊന്നും പിന്നെ അങ്ങനെ വാങ്ങിക്കില്ല, ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പോവാറാണ്. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് മുട്ട, ബട്ടർ, അങ്ങനത്തെ സാധനങ്ങൾ, സോസുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം പിന്നെ കുഴപ്പമില്ല, മുട്ടയൊക്കെ പിന്നെ ഒക്കെ ഉണ്ടാക്കി കഴിച്ചോളും. സോസുകളായാലും പിന്നെ അതിനൊക്കെ ഡേറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അതൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് തക്കാളിയും പച്ചമുളകെല്ലാം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനിപ്പോൾ ഞാൻ അന്നത്തെ ദിവസവും പിന്നെ പോകുന്നതിൻ്റെ തലേന്നും എല്ലാം കൂടി ആയിട്ട് എടുത്തിട്ട് തീർക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കി എല്ലാം ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ബാൽക്കണി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബാൽക്കണി ഒരുപാട് നാളായിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തുള്ള 2 പ്ലോട്ടിലും നല്ല പണി നടക്കുമായിരുന്നു. ഒരു പ്ലോട്ടിൽ ഒരു ഫുൾ ബിൽഡിംഗ് തന്നെ പൊളിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ള പ്ലോട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൊടിയാണ്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നല്ല പൊടിയാണ് ബാൽക്കണിയിൽ. എനിക്ക് തോന്നുന്നു അവർ ഒരു നോമ്പിൻ്റെ മുന്നേ ആ ഒരു ബിൽഡിങ് പൊളിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ടാണ് അത് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഫുള്ള് നല്ല പൊടിയായിരുന്നു, നമ്മൾ ക്ലീൻ ആക്കിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല, പിറ്റേ ദിവസം അതേപോലെ തന്നെ ആവുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു പണി കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. പൊടി മാത്രമല്ല നല്ല സൗണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും നമുക്ക് അങ്ങനെ ബാൽക്കണി ഒന്നും തുറന്നിടാനൊന്നും പറ്റില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ബിൽഡിങ് പൊളിക്കുന്ന ആ ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ തൊട്ടപ്പുറത്ത് പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാൽക്കണിയും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ ഇനി ഞാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും ബാൽക്കണിയുടെ അവസ്ഥ ഭയങ്കരമായിരിക്കും. അപ്പോൾ പിന്നെ ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുകയാണ്. ഇപ്പോൾ ബാൽക്കണിയിൽ നല്ല പൊടിയായാൽ നമ്മൾ അലക്കിയ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് എങ്ങാനും കയ്യിൽ നിന്നൊക്കെ വീണ് പോയാൽ പിന്നെ അതൊന്നും കൂടി വാഷ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അത്രയ്ക്കും നല്ല പൊടിയായിരുന്നു. അപ്പം അതെന്തായാലും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അന്നത്തെ ക്ലീനിങ് പരിപാടി അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. നാട്ടിലുള്ള കുറേയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടെയൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഓൺലൈനിൽ കുറച്ച് മോളുടെ ഡയപ്പറും കാര്യങ്ങളും ക്രീമും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോയി. അപ്പം ഞാനിത് പെരുന്നാളിൻ്റെ ഒരാഴ്ച മുന്നേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടുന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നാൽ എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ മോൾക്കൊരു ചെരുപ്പും നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ മോൾക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. പിന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഷോപ്പിലൊക്കെ ഒന്ന് കയറി നോക്കി, നല്ല മോഡൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് കയറി നോക്കിയതാണ്. ഇപ്പം അടുത്ത് സൂപ്പർ സെയിലൊക്കെ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് ഷോപ്പിലൊന്നും അങ്ങനെ സെയിലൊന്നും ഉണ്ടായിരുന്നില്ല.
ഒക്കെ നോർമൽ പ്രൈസസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ കൂടുതലൊന്നും നോക്കിയില്ല. അപ്പോൾ മെയിനായിട്ട് എനിക്കൊരു ചെരുപ്പ് നോക്കാനായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട്. കാരണം നാട്ടിൽ എപ്പോഴും ഷൂസ് ഇട്ട് നടക്കൽ എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചെരുപ്പെല്ലാം എനിക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം ചിലപ്പോൾ അത് സൈസ് കറക്റ്റ് ആവില്ല. പിന്നെ എനിക്ക് ചെരുപ്പെല്ലാം ഇട്ട് നോക്കി നമ്മൾ കുറച്ച് നടന്ന് ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കായാലും മോൾക്കായാലൊക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ. കാരണം ചെരുപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ചില ബ്രാൻഡ് നമ്മൾ ഇടുന്ന അതേ സൈസായിരിക്കും, ചിലത് ചിലപ്പോൾ ഒന്ന് കുറവായിരിക്കും, ഒന്ന് കൂടുതലായിരിക്കും. മോളെ കൊണ്ടൊക്കെ ഇട്ട് നോക്കി നടത്തിപ്പിച്ച് അവൾക്ക് കംഫർട്ടാണെന്ന് നോക്കുന്നത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ. കാരണം അവളും ചെരുപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര ചൂസിയാണ്. അങ്ങനെ എല്ലാം ഒന്നും ഇടില്ല, കംഫർട്ടാണെങ്കിൽ മാത്രമേ ഇടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയാവും. അങ്ങനെ 1-2 ഷോപ്പിൽ നോക്കി, അവിടെ നിന്ന് ഇഷ്ടമായില്ല. പിന്നെ മാക്സിൽ പോയപ്പം ഈ ഒരു ക്ലോഗ്സ് കണ്ട്. അപ്പോൾ അത് അവൾക്ക് ഇട്ടപ്പം കുഴപ്പമില്ല, നല്ല സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് ഐക്കയിലൊന്ന് പോകാനുണ്ടായിരുന്നു, 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ടല്ലോ, അവരെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് കളറിങ് സെക്ഷനോ അല്ലെങ്കിൽ ഡ്രോയിങ് സെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം കളറിങ് സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ മോളെ അവിടെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ സാധനമൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ പോയി. അപ്പം അവളവിടെ ഇരുന്ന് കളർ ചെയ്ത്. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കരയോ എന്നുള്ളത്. പക്ഷേ ഞാൻ വന്നപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. ആൾ ഫുള്ള് കുറേയൊക്കെ കളർ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നൈക്കയിൽ വന്നാലൊരു മസ്റ്റാണല്ലോ ഒരു ഐസ്ക്രീം കഴിക്കൽ. അപ്പം ഞാൻ മോൾക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ആൾക്ക് ഇവിടുത്തെ ഐസ്ക്രീം നല്ല ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ നല്ല സെയിൽ കണ്ടത്. ഞാനങ്ങനെ ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പക്ഷേ അവരുടെ ഈ ഹാൻഡ് സാനിറ്റൈസർ, അതേമാതിരി പെർഫ്യൂം, അതെല്ലാം എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഹാൻഡ് സാനിറ്റൈസറും പിന്നെ അതേപോലെ ഒരു പെർഫ്യൂമും എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാനിറ്റൈസർ എനിക്ക് മസ്റ്റാട്ടോ, എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഞാൻ ഒരു 2-3 തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സെയിലായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും ഒക്കെ ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ സെമി ആനുവൽ സെയിൽ എന്തോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇവിടെ UAE-യിലാവുന്ന സമയത്ത് ഞാൻ നമ്മളുടെ ഈ സൽവാസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നെങ്കിൽ ഖാദിയിൽ നിന്നാണ് വാങ്ങിക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നതാണ് നിഷാത്ത് ലിനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് കേട്ടോ. ഇവിടെ ഖാദി നമുക്ക് ഇവിടെ അബുദാബിയിൽ സ്റ്റോറായിട്ടില്ല, നമുക്ക് ഓൺലൈൻ മാത്രമേ ഉള്ളൂ. നിഷാത്ത് ലിനൻ ആണെങ്കിൽ പിന്നെ നമുക്ക് അൽവാദ മോളിൽ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് നോക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ നിഷാത്ത് ലിനനിൽ വന്നതാണ്. അവിടെ ആകുമ്പം ഒരു 25-50% സെയിലും ഉണ്ടായിരുന്നു. നല്ല മെറ്റീരിയൽ ആട്ടോ അവരുടേത്. നല്ല ഇടാൻ നല്ല സുഖമുള്ള നല്ല കംഫർട്ടായിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നല്ലൊരു സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ സെയിൽ അങ്ങനെ എല്ലാ പ്രൊഡക്ട്സിനും ഇല്ല, എന്നാലും ഒരു 25% ഒരുവിധം എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ പുതിയ ഏത് കളക്ഷനൊന്നും സെയിലില്ല. ഞാനങ്ങനെ 1-2 എടുത്ത് നോക്കി, അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഞാൻ ഒരു സൽവാറിൻ്റെ ഒരു സെറ്റ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു.
ഞാൻ എത്ര നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഞാൻ ആ ബ്ലാക്കിൽ പോയിട്ട് വീഴും കേട്ടോ. ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ ഡ്രസ്സ് നോക്കിയാലും അധികവും ബ്ലാക്ക് തന്നെ ആയിരിക്കും കേട്ടോ എടുക്കുക. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ബാഗ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം കയറിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു മോഡൽ നല്ല ഇഷ്ടമായി കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചില്ല, ആ ഒരു മോഡൽ നല്ല ഇഷ്ടമായി. ഞാൻ വിചാരിക്കുന്ന ആ ഒരു സൈസും പിന്നെ ഒരുപാട് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി നല്ല ഇഷ്ടമായി. പിന്നെ നമുക്കിങ്ങനെ ക്രോസ് ബോഡി ആയിട്ടും സ്ലിംഗ് ബാഗ് പോലെയും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്. അങ്ങനെ പിന്നെ ഞാൻ വേറെയും 1-2 ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് അത് തന്നെയാണ് ഇഷ്ടമായത്. നമുക്ക് അങ്ങനെയാണല്ലോ, ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണല്ലോ മനസ്സ് പോവുക. അപ്പോൾ പിന്നെ ഞാൻ അവസാനം അത് തന്നെ അങ്ങനെ എടുത്ത്. ഇപ്പോൾ മോളും കൂടി ഉള്ളതുകൊണ്ട് ചെറിയ ബാഗ് യൂസ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം എങ്ങനെ പോയാലും അവളുടെ ഒരു ഡയപ്പറും അവളുടെ കുറച്ച് വെറ്റ് വൈപ്സും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോയാലും ബാഗിൽ വെക്കേണ്ടി വരും. കാരണം കുറച്ച് ലോങ് ഒക്കെ പോകുമ്പം. അപ്പോൾ എനിക്ക് കുറച്ചൊരു സൈസുള്ള ബാഗാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.